പുഴയെ മലിനമാക്കാതിരിക്കുക. ഞങ്ങളുടെ കുടിവെള്ളം മലിനമാക്കാതിരിക്കുക. മാരക രോഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഫാക്ടറി അടച്ചുപൂട്ടുക. ഫാക്ടറി അധികാരികൾ നീതി പാലിക്കുക. ഫാക്ടറി അടച്ചുപൂട്ടുക. ഫാക്ടറി അടച്ചുപൂട്ടുക. സ്കൂൾ ബസ്സിന് കേടാവാൻ പറ്റിയ സമയം. വണ്ടി വരില്ല എന്നറിഞ്ഞപ്പോൾ ഇനി വീട്ടിൽ നിൽക്കാന്ന് കരുതിയതാ. നിങ്ങൾ അതിനും സമ്മതിച്ചില്ല. അയ്യടാ, അങ്ങനെ സാറിപ്പോ കള്ളം അടിച്ച് നിൽക്കേണ്ട. പക്രു എല്ലാ ദിവസവും വണ്ടിയിൽ പോയാൽ എങ്ങനാ? നമ്മുടെ ശരീരത്തിനും വേണ്ടേ ഒരു വ്യായാമം. വല്ലപ്പോഴും ശരീരം അനങ്ങിയില്ലെങ്കിൽ പിത്തം പിടിക്കും പക്രു. അയ്യോ, ഞാനെന്നാ എന്നും നടന്നോളാം. ഫാക്ടറി അടച്ചുപൂട്ടുക. ജനങ്ങളെ രോഗികളാക്കാതിരിക്കുക. ഞങ്ങളുടെ പുഴയെ ഞങ്ങൾക്ക് മടക്കി തരിക. ഇവരുടെ പുഴ എന്താ ഫാക്ടറിക്കാര് മോഷ്ടിച്ചു കൊണ്ടുപോയോ? പക്രു, ആ പാവങ്ങളെ കളിയാക്കേണ്ട. പുഴയെ മാലിന്യ വിമുക്തമാക്കാനാ ഈ സമരം. അച്ഛൻ പറയുന്നത് കേട്ടു. ഈ ഫാക്ടറി കാരണം കുറെ രോഗങ്ങൾ പിടിപ്പെടുന്നുണ്ടെന്ന്. അത് ശരിയാ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക്. എന്ത് കഷ്ടമാണല്ലേ. പാവം കുഞ്ഞുങ്ങൾ. വലിയ വലിയ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴയിലേക്കും അന്തരീക്ഷത്തിലേക്കും അശാസ്ത്രീയമായി പുറന്തള്ളുന്നത് വലിയ വലിയ സാംക്രമിക രോഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. അല്ല ടീച്ചർ, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഫാക്ടറിയുടെ അടുത്ത് ജീവിക്കുന്നവർക്ക് മാത്രമല്ലേ വരുള്ളൂ? ഈ ചിന്ത തെറ്റാണ് കുട്ടികളെ. നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ എത്ര കുട്ടികളെയാ ഇത് ബാധിക്കുന്നത്? അതുമാത്രമല്ല, ഭാവിയിൽ ഈ രോഗങ്ങൾ നമ്മളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന കാര്യവും നാം മനസ്സിലാക്കണം. കാരണം എല്ലാ മാലിന്യങ്ങളും വന്നടിയുന്നത് നമ്മുടെ ഭൂമിയിലാണ്. ഭൂമി നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കെ. ആ പുഴയിലെ നല്ല മീനുകളുണ്ട്. അതെ, ആ ഫാക്ടറിയുടെ അടുത്തുകൂടി പറക്കരുത്. കഴിഞ്ഞ ആഴ്ച ആ ഫാക്ടറിയുടെ അടുത്തുകൂടി പറന്ന ആ കരിമ്പനക്കാട് കാക്ക ആ ഫാക്ടറിയുടെ പുകയടിച്ച് കിടപ്പിലാണ്. ഞാനും കേട്ടു. എന്തായാലും ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. അതെ, കുഞ്ഞുങ്ങളുടെ പറക്കൽ പരിശീലനം ആ വഴിക്ക് വേണ്ടെന്ന് പറയൂ. ഞാനത് അവരോട് പറയാം. നിങ്ങൾ സൂക്ഷിക്കണേ. ശരി, ഞാൻ സൂക്ഷിച്ചോളാം. അപ്പൊ പോകട്ടെ. അതെ, നീ വെറുതെ ഓടിക്കളിക്കാതെ വേഗം വന്ന് ഈ പുല്ല് തിന്നേ. അയ്യോ, നീ എന്താ ഈ കാട്ടണേ? ആ പുഴയുടെ അരികിൽ നിന്ന് മാറി നിൽക്കൂ. ദേ, ഒരു മീൻ പൊങ്ങി വന്ന് എന്നെ നോക്കുന്നു. അയ്യോ, എന്റെ കുഞ്ഞേ, വിഷമാണ്. ആ പുഴയിൽ ഒഴുകുന്നത് വിഷമാണ്. അതിൽ തൊടരുത്. അപ്പൊ നമ്മൾ എങ്ങനെ വെള്ളം കുടിക്കും? അതറിയില്ല കുഞ്ഞെ. മിക്കവാറും വെള്ളം കിട്ടാതെ നമ്മൾ അലയേണ്ടി വരും. നമ്മളെ നമ്മുടെ യജമാനന്മാർ ഒന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അതിന് അവർ വീട്ടിൽ വേണ്ടേ? ഇന്നും അവർ ഉണ്ണിക്കുട്ടനെയും കൊണ്ട് ആസ്പത്രി പോയിരിക്കുവാ. പാവം ഉണ്ണിക്കുട്ടൻ. ഡോക്ടറെ, ഉണ്ണിക്കുട്ടന് വയറുവേദന വിട്ടുപോകുന്നതേയില്ല. ഒരുപാട് തവണ ഒരുപാട് ആശുപത്രിയിൽ കയറിയിറങ്ങി, ഒരു മാറ്റവുമില്ല. ആണോ ഉണ്ണിക്കുട്ട? നല്ല വേദനയുണ്ടോ? അതെ ഡോക്ടർ, നല്ല വേദനയുണ്ട്. ഒന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞു ആ പുഴയുടെ കരയിലെ താമസം വേണ്ടാന്ന്. ആ പുഴയിലെ വെള്ളത്തിലെ വിഷാംശമാണ് വിട്ടുമാറാത്ത ഈ വയറുവേദനയ്ക്ക് കാരണം. ആ പുഴയിലെ മീനും കഴിക്കരുത്. ആ പുഴയും അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ കാറ്റും
മാരക രോഗങ്ങൾ വഹിക്കുന്നതാണ്. അവിടം വിട്ടാ ഞങ്ങൾ എവിടെ പോകും? ആ ഫാക്ടറിയാ എല്ലാത്തിനും കാരണം. പേടിക്കണ്ട, എല്ലാം ശരിയാ. ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോ നല്ല സങ്കടം തോന്നി. സങ്കടമോ? ഇവർക്കെന്താ ഇത്ര സങ്കടം? ശരിയാ ജോബി, എത്ര കുഞ്ഞുങ്ങൾക്ക് അസുഖം ബാധിക്കുന്നത്. ആ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന വിഷമാലിന്യങ്ങളാ ആ പുഴയും അന്തരീക്ഷത്തെയും വിഷമയമാക്കുന്നത്. അതാ ആ കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാക്കുന്നത്. ഓ, അപ്പോ കാക്കമ്മ പറഞ്ഞത് ശരിയാ. ശെടാ, അത് വലിയ കഷ്ടമായി പോയല്ലോ. കഷ്ടം തന്നെ. എല്ലാം കണ്ടെത്തുന്നതും മനുഷ്യൻ, എല്ലാത്തിനും നാശം വിതയ്ക്കുന്നതും മനുഷ്യൻ. കഷ്ടം തന്നെ. ആ ഫാക്ടറി അടച്ചു പൂട്ടുന്നതിനാ ആ സമയം. അവർ ആ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ. ഫാക്ടറിക്കാർ അവരുടെ ആവശ്യം അംഗീകരിക്കൊന്നുമില്ല. നമുക്കൊന്ന് പോയി അവരോട് സംസാരിച്ചു നോക്കിയാലോ? ഉപയോഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കുട്ടികൾ പറയുന്നത് അനുസരിക്കോ? ഒടക്ക് പറയാതെ പക്രു, ജോബി പറയുന്ന പോലെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ശരിയാ. കാര്യത്തിനല്ലേ? എന്റെ എല്ലാവിധ ആശംസകളും. സ്കൂളിന്നോ? കുട്ടികളോ? ഫാക്ടറി ചുറ്റിക്കാണാനോ? വരാൻ പറയൂ. നമസ്കാരം സർ. നമസ്കാരം. കയറി വരൂ. എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾ സാറിനെ കാണാനാ വന്ന്. എന്നെ കാണാനോ? അപ്പോ പിന്നെ ഫാക്ടറി ചുറ്റി കാണാനാ വന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സാറിനോട് സംസാരിക്കാനുണ്ട്. എന്നോടോ? അതെ. എന്താ കാര്യം? സാർ ആ പാവങ്ങളെ സഹായിക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണം. ഓ, അപ്പോ നിങ്ങൾ സമരക്കാർക്ക് വക്കാലത്തോട്ട് വന്നാണോ? എന്നാ നിങ്ങൾക്ക് പോകാം. അയ്യോ, അങ്ങനെ പറയരുത്. ഈ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശം നിറഞ്ഞ മാലിന്യം ആ നദിയെ വിഷമയമാക്കിയിരിക്കുന്നു. അതിന് ആ വിഷം നിറഞ്ഞ പുഴയിലെ വെള്ളവും വിഷപ്പുക നിറഞ്ഞ കാറ്റും അന്തരീക്ഷവും മുതിർന്നവർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും മാരകമായ അസുഖങ്ങൾ വരുത്തിവെക്കുന്നു. മാത്രമല്ല ആ പുഴയിലെ സകല മീനുകളും ചത്തുപൊങ്ങി. ആഹാ, അത് സൗകര്യമായല്ലോ. കാശ് കൊടുക്കുകയും വേണ്ട, മീൻ പിടിക്കാൻ കടലിലും പോവേണ്ട. ആവശ്യമുള്ളത് ആ പുഴയിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. തൽക്കാലം കുഞ്ഞുങ്ങളെ ചെല്ല്. ഒരു വിലയുമില്ലാത്ത കുറച്ചു പേർക്ക് വേണ്ടി കോടിക്കണക്കിന് വിലയുള്ള ഈ ഫാക്ടറി അടച്ചുപൂട്ടണം പോലും. നിങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിച്ചാ പോരെ? ഭാരിച്ച മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കണോ? വേഗം സ്ഥലം വിട്ടോ. വെറുതെ എനിക്ക് പണിയുണ്ടാക്കാതെ. അയാൾ ഒരിക്കലും അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കില്ല. പാവം ആളുകൾ. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങൾ മാരക രോഗങ്ങൾക്ക് അടിപ്പെടും. ഇനി ഈ ആവശ്യം പറഞ്ഞ് അവിടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അത് ശരിയാ. ഇനി ചെന്നാൽ അയാൾ ചിലപ്പോ വെടിവെക്കും. ആ സെക്യൂരിറ്റീന്റെ കയ്യിൽ ഈ നീളത്തിലുള്ള തോക്കാ ഉണ്ടായിരുന്നത്. ഇനി എന്താ ചെയ്യുക? നമുക്ക് സെറാഫിനോട് സഹായം ചോദിച്ചാലോ? ശരിയാ, നമുക്ക് സെറാഫിനെ വിളിക്കാം. സെറാഫിന് മാത്രമേ നമ്മളെ സഹായിക്കാനാവൂ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദ ലോർഡ് സെറാഫിൻ. എന്താ കൂട്ടുകാരെ, എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. ഉണ്ട് സെറാഫിൻ. ആ ഫാക്ടറിയിലെ പുകയും വിഷമാലിന്യങ്ങളും ആ പ്രദേശത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ അപകടം വിതയ്ക്കുന്നുണ്ട്. അതെ സെറാഫിൻ, ആ പ്രദേശവാസികൾ ഇപ്പോൾ സമരത്തിലാ.
ഞങ്ങളും അതിന്റെ അധികാരിയോട് സംസാരിച്ചു. പക്ഷേ മറുപടി സാധിക്കില്ല എന്നായിരുന്നു അല്ലേ? അതെ സെറാഫിൻ. നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. സാർ ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, വേഗം കൊണ്ടുപോവാ. അയ്യോ 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 അയ്യോ, എനിക്ക് വയറുവേദനിക്കുന്നേ, രക്ഷിക്കണേ. അയ്യോ 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 അയ്യോ, എനിക്ക് വയ്യായേ, ഓടി വരണേ. അയ്യോ, എന്തു പറ്റി സാർ? എന്തു പറ്റി സാർ? നീ എനിക്ക് എന്ത് വിഷമം തന്നത്? അയ്യോ, ഞാനിപ്പോ ചാകുമേ. വേഗം എന്നെ ആശുപത്രി കൊണ്ടുപോടാ. അയ്യോ. സെറാഫിൻ, അയാൾക്ക് എന്തു പറ്റി? സെറാഫിൻ എന്ത് വിഷമാ അയാളുടെ ബോട്ടിലിൽ ഇട്ടത്? അത് വിഷം തന്നെയാ. അയാള് കാരണം വിഷമയമായ പുഴയിലെ വെള്ളം. അയ്യോ, രക്ഷിക്കണേ ഡോക്ടറെ, ഞാനിപ്പോ ചാകുവേ. അയ്യോ. എന്തു പറ്റിയതാ? അയ്യോ, അറിയില്ല ഡോക്ടറെ, അറിയില്ല. അയ്യോ, ഉച്ചക്കത്തെ ആഹാരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ. അയ്യോ. എന്താ കഴിച്ചത്? വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഊണം. അയ്യോ. എന്തെങ്കിലും സ്പെഷ്യല്? ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. വേഗം നമുക്ക് രക്തം ടെസ്റ്റ് ചെയ്യാം. അതെ, രക്തം ടെസ്റ്റ് ചെയ്തു. അയ്യോ, എന്നിട്ട് എന്തായി സാറേ? അയ്യോ. നിങ്ങൾ മാരകമായ വിഷം കഴിച്ചിരിക്കുന്നു. അയ്യോ, ഞാൻ വിഷം കഴിച്ചിട്ടില്ല. ഇനി അച്ഛൻ്റെ ഇറങ്ങാനും. അയ്യോ, തൊണ്ട. അയ്യോ, വെറുതെ അയാളെ പഴിക്കാണ്ട് സാറേ. നിങ്ങളോ? അതെ, ഞങ്ങളാ. അപ്പോ നിങ്ങളാണോ എനിക്ക് വിഷം തന്നത്? അത് വിഷമൊന്നുമല്ല, ആ പുഴയിലെ വെള്ളമാ. നിങ്ങൾ വിഷം കലർത്തുന്ന പുഴ. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നിങ്ങളാണ് ആ ഫാക്ടറിയുടെ മുതലാളി അല്ലേ? നിങ്ങളുടെ ഫാക്ടറിയും നിങ്ങളുടെ ചെയ്തികളും എത്ര പേരെയാണെന്നറിയോ രോഗികളാക്കി ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്? എന്തിനാ ഇത്രയും ക്രൂരത? ഒരു ദിവസം ആ പുഴയിലെ വെള്ളം കുടിച്ച നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ആ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ കാര്യമോ? എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. പക്ഷെ ആ ഫാക്ടറി അടച്ചുപൂട്ടിയാൽ എൻ്റെ അവസ്ഥ പരിങ്ങലിലാവും, ആകെ കടത്തിലാകും. പക്ഷേ മാലിന്യങ്ങൾ പുഴയിലേക്കും മറ്റും തള്ളുന്നത് ഒഴിവാക്കി ഞങ്ങൾ മലിനീകരണം ഒഴിവാക്കാം. ഇനി ഒരിക്കലും ആ പുഴ മലിനമാകില്ല. ഞാൻ വാക്ക് തരുന്നു. നന്ദി സെറാഫിൻ.